ഇവിടുത്തെ ഇതെല്ലാം എടുത്ത് കളഞ്ഞു. ബാരിക്കേഡ് ഇവിടെ നല്ല 2 ഡിവൈഡർ ഉണ്ടായിരുന്നു അപ്പുറം ഇപ്പുറം. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ. പഞ്ചാബ് സിന്ധു ഒരു ഉറപ്പാണ്. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അത് സാരമില്ല. പറയാതെ ഇങ്ങോട്ട് പാടുന്നത് വലിയൊരു കാര്യമാണ്. ബാക്കിയുള്ള പിള്ളേരോട് നമ്മൾ കാര്യം പിടിക്കണം. നല്ല സ്വഭാവമാണ്. നീ ഇരിക്കുക. വേണോ കാപ്പി വേണോ? മിലു ഒന്ന് പാടിക്കേ. മിലു തന്നെ ഇനി പഞ്ചാബ് സിന്ധ് പാടിക്കോ, കുഞ്ഞു പാടിക്കോ. ആ നിന്ന് കാണിക്കാം. അവിടെ നിന്ന് പാടിക്കോ. ചാടാതെ വിസിറ്റേഴ്സ് വന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കണ്ടോ. ആ മറ്റേ ഇതിലെ പറ്റിയില്ലേ എക്കോ സിനിമയിലെ അതേ ബ്രീഡാ. അതിനകത്ത് എക്കോ സിനിമയില് ഈ പട്ടി ഇങ്ങനെ അപ്പൊ ആ പാവം അടച്ചേക്കുവാണോ? അവിടെ ഉണ്ട്, അവിടെയും ഗ്രില്ല് വെച്ചിരിക്കാം. ഇവിടെ ഇതിന്റെ മുകളിൽ ചാടും. എന്റെ മുകളിൽ വരെ ചാടിയിട്ട് താഴെ വരുന്ന നമുക്ക് പട്ടിയെ തുറന്നുവിടാം, കോഴിയെ തുറന്നുവിടാം. ഇതാകുമ്പോ ഈ പട്ടിക്ക് സ്ട്രെസ് ഇല്ല. 24 മണിക്കൂറും നടക്കാൻ ഇങ്ങനെ ഭയങ്കര വേഗത്തിൽ ഓടുന്ന എന്താ? വേട്ടപ്പട്ടി. ഇപ്പൊ കാണാം അല്ലേ? വരുമ്പോ ഇതെല്ലാം ചെറിയ വിരലിന്റെ എത്ര ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അവിടുത്തെ വെള്ളത്തിലും കാണുന്നത്. കുളത്തിൽ വീടില്ല. ഞങ്ങൾ ഈ കുളത്തിനകത്ത് മീനിനെ ഒരു ദിവസത്തേക്ക് വെക്കേഷന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ വെക്കേഷൻ ആഘോഷിക്കും. ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ എന്തോ അതിന്റെ പേരെന്തായിരുന്നു? പുരാണ കാലങ്ങളിൽ മീനിന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ ചെയ്ത പാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നല്ലതാന്ന് പറയുന്നു. നമ്മളന്ന് പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി ഗൈഡ് പറഞ്ഞു തന്ന കാര്യം. അരുവിക്കര പോയപ്പോ അല്ല, മാംഗോ മെഡോസിൽ അല്ലേ? മാംഗോ മെഡോസിലല്ലേ? കണ്ട വെള്ള ആളെ കണ്ടോ? വലിയ ഷാർക്കായി. ഇതോ ആ വെളുത്തത് കൊറേ ഉണ്ട്. ഇതോ കണ്ടോ? എനിക്ക് ഇപ്രാവശ്യം ഇട്ടതാ ഏറ്റവും ഇഷ്ടം. ഇവിടെ ഷോനെ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. എല്ലാരും ഭയങ്കര റെസ്പോണ്ടിങ് ആണ്. അലിക്കുന്ന സൗണ്ട് കേട്ടോ.
എന്റെ മോനെ ഹൈഡ്രാഞ്ചിയുടെ പോലെ മുഴുവൻ പാടിയിടാം. ആ കുഴിക്കകത്ത് നേരെ കാണുന്ന കുഴിക്കകത്ത് കവുകിന്റെ എന്തുവാ ഇതിനകത്തൊന്നും എന്തുവാ മാടത്തിയുടെ കുഞ്ഞ ഈ മാടത്തിയുണ്ട് തത്തയുണ്ട് അതിനകത്ത് നിൽക്കുന്ന തെങ്ങല്ല കവുങ്ങില് ഒരു ഹോളാണോ? അതിനകത്ത് തത്തയുണ്ട് കേട്ടോ. ഇതിനകത്തുണ്ടല്ലേ, പക്ഷെ കാണത്തില്ല അല്ലേ? ഇത് വെള്ള നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് വരേണ്ടതല്ലേ? അതിന്റെ അത് രണ്ടെണ്ണം ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നേ. വെളിവിണി ചത്തു. ഇതിന്റെ പേരെന്തോ? സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്. അത് തന്നെ അക്വേറിയത്തിൽ അക്വേറിയത്തിൽ കിടക്കുന്നത് തന്നെ. അതിന്റെ കുഞ്ഞോ? അല്ല, വലുതോ? അത് അക്വേറിയത്തിനകത്ത് നീന്താനുള്ള വലിപ്പം അത്ര ഉള്ളതുകൊണ്ട് നോക്കാത്തൂടെ എന്തിനാ പറിച്ച് അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ടോ? അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ടോ? ഇവിടെ ഒരു അമ്മച്ചില്ലേ ഉള്ളൂ. കൊടുത്തിട്ടോ? കണ്ടോ കുരുമുളക് ഉണ്ടോ? കുറെ അവിടെ വീണ് കിടപ്പുണ്ട് കുരുമുളക്. പെറുക്കിയെടുക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഈ പ്രാവശ്യം പറപ്പിച്ചില്ല. അയലാ കിട്ടാൻ എല്ലാം പൊഴിഞ്ഞ പെറുക്കിയെടുക്കും. എന്നാ മോനെ മൽബറി കാണിക്ക്. വേണ്ട വേണ്ട അച്ഛൻ്റെ കയ്യിലോട്ട് നോക്ക്. ഓടിക്കൊന്ന് കൊത്തുകൂടി. ഇല്ല 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 കൊത്തി ഇന്ന് തന്നെ ഞങ്ങൾ കറി വെക്കത്തില്ലേ? അങ്ങനത്തെ ഒരു ഡീലിലാണ് ഞങ്ങൾ വളർത്തുന്നത്. കൊത്തിയാൽ അന്ന് തന്നെ നിങ്ങളൊക്കെ കറി ഓടിച്ചിട്ട് കുത്തിയിട്ടുണ്ട്. അത് ഹെലന്റെ ഹെബിമോനെ കുളിപ്പിച്ചപ്പോ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് കുളിക്കണമെന്ന്. അതെടുക്കണ്ട താഴെ അങ്ങനെ ഇട്ട് ഞാൻ പിന്നെ അവസാനം എണ്ണ തേച്ച് കാലൊക്കെ വലിച്ചു നോക്കി. ഇന്നലെയും കൂടി കേട്ടില്ലേ? തുണിയില്ലാതെ കിടന്ന അയ്യോ ഇപ്പൊ എല്ലാരും പണ്ട് പാളെ കിടന്നും തുണിയില്ലാതെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാം താഴെയുള്ള എല്ലാം കോഴി കൊത്തി. ഞാൻ വലിയ കാര്യത്തിൽ പോയി വിളിച്ചോണ്ട് വന്ന് തിരിഞ്ഞു വന്നപ്പോ കോഴി എന്നിട്ട് എന്നെ കൊത്താൻ ഓടി. കോഴി എന്നെ കൊത്തി. ഇതിന്റെ കഥ പറയുമ്പോ എനിക്ക് വേറൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. അത് മാത്രല്ല താഴത്തെ എല്ലാം കോഴി കൊത്തിട്ടില്ല. പറിച്ച കുഴപ്പമില്ല. പൈപ്പ് അടയ്ക്ക്. മതി അടയ്ക്ക്. കാണിച്ചാലേ യൂതെന്തോ ചെവിയല്ലേ? ആരെങ്കിലും ചോദിച്ച പഴയ ശീലയാണ് പറഞ്ഞത്. അത് തപ്പാൻ വേണ്ടി പെട്ടെന്ന് ചെവിയിലോട്ട് വെച്ചതാ. ലോക്കൽ ശീലയെന്ന് പറഞ്ഞത്. അതെ, ഇനി അബദ്ധത്തിൽ മൽബറിക്ക ചെമ്പരത്തിയിലെങ്ങാനും ഉണ്ടായാലോ എന്ന്. ഇവിടെ അങ്ങനെ ഒരു ചെമ്പരത്തിയില് 2 ടൈപ്പ് പൂവുണ്ടായി. ചെമ്പരത്തിയാല് ഒരെണ്ണം ഇതേപോലത്തെ ഓറഞ്ചും ഉണ്ടായി, ഒരെണ്ണം ചുവപ്പും ഉണ്ടായി, ഒരേ തണ്ടില് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മമ്മ എന്നെ വിളിച്ചോണ്ട് ഇത് കാണിച്ചു. ഞാനും നീ ശരിയാണല്ലോ എന്നിട്ട് ഞാൻ പിന്നെ ഇച്ചയെ വിളിച്ച് കാണിച്ചു. ഇതിങ്ങനെ സംഭവിച്ചത് അറിയണമല്ലോ എന്താ സംഭവിച്ചത്. ഒരു തണ്ടേ തന്നെ 2 കളറില്. ഓ, ഇതിനിങ്ങനെയാണോ കായ ഉണ്ടാവുന്നേ? നിനക്ക് ഭാഗ്യമുണ്ടടി. അതേ നിക്കുന്നയോ കാണിച്ചേ. നമ്മുടെ മനസ്സിലൊരു കാര്യം നല്ലതായിട്ട് ആഗ്രഹിച്ച അതിനുവേണ്ടി ലോകം മുഴുവൻ കൂടെ നിൽക്കുന്നുണ്ടോ? മൽബറിയുടെ ലോകത്തിന് നല്ല പഴുത്ത കാണിച്ചേ. ഇതൊരു താങ്ങ് പോലെ വരുമോ? ഇനി വേറെ കഴിക്കരുത്. ഇനി വേറെ കഴിച്ചാൽ ചേച്ചിയുടെ കൈ കണ്ടോ? ചോരയല്ല, കടിച്ചു പറിച്ചത്.
ഓ നിൽക്കുകയല്ല മോനെ. ഇല്ല മോനെ, അതെ ഈ തണ്ടിന് പോറൽ വീണ അത് കരിഞ്ഞു പോയല്ലോ മോനെ. ഇത് ലോഹത്തിന്റെ വേണ്ട വേണ്ട മക്കളെ. ഇത് പതുക്കെ നിൽക്കാം. നാളെ ഞാൻ രാവിലെ നനച്ചേക്ക് ഒരു ചെറിയ കയറും എല്ലാം എടുത്ത് എനിക്ക് പൂ പോകുക കെട്ടി വെക്കാൻ നോക്കാം. നമുക്ക് ഇഷ്ടംപോലെ തൈ കിട്ടും. അത് അവിടെ നിൽപ്പുണ്ട്. കൂട്ടുകാരെ തേടി പോവാം. ബീജൻ തപ്പ് നിർത്തിയിട്ടില്ല. ഇനി സാധ്യതകൾ തേടുക. ഇതിനെ അങ്ങ് ഭയങ്കര കൊത്താ എല്ലാരും കൂടിട്ട്. അച്ഛാ തൊപ്പിയുള്ള കോഴിയെ മില കൊണ്ട് കൊടുത്തു വിട്ടേ. ഇവിടെ ഉണ്ട്. നിൽക്കുന്നവൻ കണ്ടോ? തൊപ്പിയുള്ള കോഴിയാണ് കേട്ടോ. ക്യാപ്പ് വെച്ചതാ, ക്യാപ്പ്. കോഴിയുടെ മുട്ട അമ്മച്ചി തോട് കൊണ്ടിട്ടോ. ഇതുകൊണ്ട് എപ്പോ ഇവിടെ വന്നു? കുഞ്ചേച്ചി വീട്ടിൽ നിന്ന് എടുത്തതാ. അപ്പൊ അത് കൊള്ളാം കേട്ടോ. ഒരു ഡോറത്തി മദാമയുടെ പോലും അല്ല മറ്റേ ഇപ്പൊ ശരിക്കും ഈ ഡ്രസ്സ് മൊത്തം വെച്ചേരി ഇല്ലെങ്കിൽ നമുക്ക് 2 തൊപ്പിയാവും. ഒറ്റ തൊപ്പിയായിട്ട് കൊടുക്കും. ചെരുപ്പെന്തി ഒന്നുമില്ല, ചെരുപ്പിട്ട് വന്നാണ് അല്ലെങ്കിൽ അതുമായിട്ട് അകത്ത് കയറി. കോഴിയുടെ സൗണ്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കോഴിയുടെ സൗണ്ട് ഒന്ന് കാണിച്ചേ. ഇനി പൂച്ചയുടെ പിന്നെ അതെ പകുതി അതോർക്ക് വേറെന്തോ ജീവിയാന്ന് അതുകൊണ്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? എല്ലാ മൃഗങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ബീച്ച് പോലെ ഒന്ന് ലൊക്കേഷൻ ഗട്ടറൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങോട്ട് കൊണ്ടുപോടി. വണ്ടി കയറി
റബ്ബർ കൂടി ഇരിക്കുന്നത് അതിലേക്ക് കൊള്ളേക്കടാ. വണ്ടി പുറകിലേക്ക് പോകുന്നു. അതിന്റെ നോക്കിയാടി അതിന്റെ അടിത്തട്ട് കിഴുത്ത വീണോന്ന്. ഒരു ലെയർ പത്രം കൂടി ഉള്ളതുകൊണ്ട് പെയിന്റ് പോകാൻ സമയമായിട്ടില്ല. കോൺക്രീറ്റ് കൂടി മതി ഇനി പോവാ നമ്മള്. ഇത് കൊണ്ടുവന്നപ്പോ എനിക്കിത് വേണ്ട. എടുത്തോ. പഴയ മുട്ടായി എന്തോരം ഞാൻ തിന്നിട്ടുണ്ട്. അമ്മ ഒരിടയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. മാത്രമല്ലല്ലോ ചേച്ചി +2 പഠിക്കുന്ന സമയത്ത് എനിക്കിത് എന്തോരം കൊണ്ടുതരുമായിരുന്നു. ബാക്കി പോക്കറ്റ് ഇട്ടോളൂ. ഇതങ്ങനെ നൊസ്റ്റാൾജിയ ഇറങ്ങിയപ്പോ മേടിച്ചത്. തീർന്നു. എന്നിട്ട് ചെയ്യാൻ അത് എത്രണ്ണം വാങ്ങിച്ച് വാങ്ങിയ സ്റ്റോക്കാ. കുഞ്ഞിനെയോ നിനക്ക് തന്നല്ലോ. നിനക്ക് പോയേ കത്തുന്നേ. അവരിതിന് തീട്ടോ നല്ല വീടത്താണ് പാടം തീരുന്നു. അടുത്ത കൃഷിക്ക് വേണ്ടി ഹലോ ഹലോ ആ മത്തായി പോ. മതി സ്റ്റോപ്പ്. ശരിയോ അതെ അതെ. ഓ ചോദിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ ഉണ്ടല്ലോ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ?